ഇഅ്തിഖാദു അദമി ശരീകി ഫിൽ ഉലൂഹിയ്യതി വഖവാസിഹാ. അവിടുന്ന് തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇഅ്തിഖാദു അദമി ശരീകി ഫിൽ ഉലൂഹിയ്യതി വഖവാസിഹാ, അല്ലാഹുവിന്റെ ദൈവീകത്വത്തിലും ദൈവീകമായ വിശേഷണങ്ങളിലും അല്ലാഹുവിന് പങ്കുകാരില്ല എന്ന് വിശ്വസിക്കുന്നതിനാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഇഅ്തിഖാദു അദമി ശരീകി, പങ്കാളിയില്ല എന്ന വിശ്വാസമാണ്, ഫിൽ ഉലൂഹിയ്യതി, ദൈവികത്വത്തിലും, വഖവാസിഹാ, ദൈവീകമായ ഗുണവിശേഷണങ്ങളിലും അല്ലാഹുവിന് പങ്കുകാരില്ല എന്ന വിശ്വാസത്തിനാണ് തൗഹീദ് എന്ന് പറയുന്നത്. അപ്പോൾ ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ബാത്തു ശരീകി ഫിൽ ഉലൂഹിയ്യതി, ദൈവികത്വത്തിൽ പങ്കാളിയെ സ്ഥിരപ്പെടുത്തലാണ്. വഖവാസിഹാ, ദൈവീകമായ വിശേഷണങ്ങളിൽ പങ്കാളിയുണ്ട് എന്ന് വിശ്വസിക്കലാണ് ശിർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ദൈവികത്വത്തിലോ ദൈവീകമായ ഗുണത്തിലോ പങ്കാളിയുണ്ട് എന്ന വിശ്വാസത്തിന് ശിർക്കും, പങ്കാളിയില്ല എന്ന വിശ്വാസത്തിന് തൗഹീദും വളരെ വ്യക്തമാണ്. ആരെങ്കിലും ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സമന്മാരുണ്ട്, അഥവാ അല്ലാഹുവിന് ജ്യേഷ്ഠനോ അനുജനോ വാപ്പയോ ഉമ്മയോ അങ്ങനെ ഏതെങ്കിലും ചാർച്ചയോ ചേർച്ചയോ അല്ലാഹുവിനുണ്ട് എന്ന് വിശ്വസിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, അയാൾ ബഹുദൈവ വിശ്വാസിയാണ്. അയാളെ നമുക്ക് ഇസ്ലാമിന്റെ വൃത്തത്തിൽ പരിഗണിക്കാൻ കഴിയില്ല. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണും പോലെ കാണുമെന്നോ, അല്ലാഹു അറിയും പോലെ അറിയുമെന്നോ, അല്ലാഹു കേൾക്കും പോലെ കേൾക്കുമെന്നോ, അല്ലാഹു ചെയ്യും പോലെ ചെയ്യുമെന്നോ ഒരാളൊരു വ്യക്തിയെ കുറിച്ചോ ശക്തിയെ കുറിച്ചോ പ്രതിഭാസത്തെ കുറിച്ചോ വിശ്വസിച്ചാൽ അയാളുടെ വിശ്വാസം തന്നെ അബദ്ധമാണ്. അയാളെ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല, അയാളെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയായിരിക്കെ ചില കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പ്രയോഗിക്കുന്ന പോലെ നമ്മളെ കുറിച്ച് പ്രയോഗിച്ചെന്ന് വന്നേക്കാം. എന്നാൽ അത് അതേ അർത്ഥത്തിലല്ല. ഉദാഹരണമായി പറയാം, അല്ലാഹു തആല ജീവനുള്ളവനാണ്, ഞാനും ജീവനുള്ളവനാണ് എന്ന് പ്രത്യക്ഷത്തിൽ ഒരു പ്രയോഗത്തിൽ ശരിയാണ്. വസ്തുതാപരമായി അതിന് വ്യത്യാസങ്ങളുണ്ട്. കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ജീവൻ, അല്ലാഹുവിന്റെ ഹയാത്ത് അവന് ആരും നൽകിയതല്ല. എന്റെ ഹയാത്ത്, എന്റെ ജീവൻ അല്ലാഹു തആല നൽകിയതും അല്ലാഹു തആല എടുക്കുന്നതും അല്ലാഹുവിന്റെ ദാസനായ എനിക്ക് തീർത്തും അല്ലാഹുവിൽ നിന്ന് ലഭ്യമായതുമാണ്. പ്രത്യക്ഷത്തിൽ പറഞ്ഞാൽ അല്ലാഹു ഉണ്ട്, ഞാനും ഉണ്ട് എന്നൊരു പ്രയോഗം കേവലമായ ഒരു പ്രയോഗമായി പറയാം. അതിന് അടിസ്ഥാനപരമായി വ്യത്യാസമുണ്ട്. ഇനി നാളെ പറയണ്ട അല്ലാഹു ഉണ്ട്, ഫാറൂഖ് നഈമിയുണ്ട് എന്ന് പറഞ്ഞാൽ പങ്കു ചേർക്കലാണ് എന്നാരും കൊട്ടിഘോഷിക്കേണ്ടതില്ല. ഇതുപോലെ പ്രായോഗികമായ ചില വിഷയങ്ങളെ വലിച്ചിട്ടുകൊണ്ടാണ് ദൈവവിശ്വാസത്തിൽ മുസ്ലിങ്ങളെ ചോദ്യം ചെയ്യുവാൻ ഇവരിറങ്ങിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാണും പോലെ കാണും, അല്ലാഹു കേൾക്കും പോലെ കേൾക്കും, അല്ലാഹു അറിയും പോലെ അറിയും, അല്ലാഹു സഹായിക്കും പോലെ സഹായിക്കും എന്നൊരു സൃഷ്ടിയെ കുറിച്ച് വിശ്വസിച്ചാൽ അത് ബഹുദൈവ വിശ്വാസമാണ്. ശരി, നമുക്ക് ആർക്കും തർക്കില്ല. എന്നിട്ട് അയാൾ പറയുന്നു ബദരീങ്ങളെ നമ്മൾ വിളിക്കുന്നു. അല്ലാഹു സഹായിക്കും പോലെ സഹായിക്കും എന്ന നിലക്ക് ബദരീങ്ങളെ വിളിക്കുന്ന ഏതെങ്കിലും മുസ്ലിമീങ്ങൾ എന്റെ സദസ്സിലുണ്ടോ? അല്ലാഹ് സഹായിക്കും പോലെ സഹായിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ബദരീങ്ങളെ വിളിക്കുന്ന ആരെങ്കിലും ഈ നാട്ടിലുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെറ്റുകാരുണ്ടോ? അല്ലാഹു സഹായിക്കും പോലെ സഹായിക്കും എന്ന് നിലക്ക് മൊയ്യദ്ദീൻ ശൈഖിനെ വിളിക്കുന്നവർ ഉണ്ടോ? ഒരൊറ്റ മുസ്ലിമും അങ്ങനെ വിശ്വസിക്കുന്നില്ല. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും മുജാഹിദിന്റെ പ്രവർത്തകരുണ്ടെങ്കിൽ സന്തോഷത്തോടെ വിളിക്കുന്നു, നിങ്ങൾക്ക് ഈ വേദിയിലേക്ക് വരാം, ഈ വിഷയം ഇവിടെ വെച്ച് നല്ല നിലക്ക് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം, ഈ നിൽക്കുന്ന ജനങ്ങളൊക്കെ ഒന്ന് നന്നാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് വിശ്വസിക്കുന്നത് പോലെ ഞങ്ങൾ മൊയ്യദ്ദീൻ ശൈഖിനെ കുറിച്ച് വിശ്വസിക്കുന്നുണ്ട് എന്നും അതിന്റെ പേരിൽ മുശ്രിക്കാണ് ഇവിടെയുള്ള മുസ്ലിങ്ങളെന്നും നിങ്ങളുടെ മൗലവി പ്രസംഗിച്ചിട്ട് നിങ്ങൾ വണ്ടി കയറ്റി വിട്ടില്ലേ? ഇവിടെയുള്ള നിരപരാധികളായ മുസ്ലിങ്ങളെ മുഴുവനും ശിർക്കിന്റെ കൊട്ടയിലേക്ക് തള്ളിയിട്ടല്ലേ നിങ്ങളുടെ മൗലവി പോയത്? ഞങ്ങൾക്ക് ആ ശിർക്കുമായി ഒരു ബന്ധവുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിലാക്കണം, വഞ്ചനയാണ് ഈ പ്രസംഗത്തിൽ മുഴുവനും അയാൾ നടത്തുന്നത്.
അല്ലെങ്കിൽ ഈ ഒരു ക്ലിപ്പ് ഓരോ സെക്കൻഡും നിർത്തിയൊന്ന് അപഗ്രഥിക്കാൻ ഞാൻ എന്റെ സദസ്സിന് വേണ്ടി ചോദിക്കുന്നു. ആദർശപരമായി എന്തെങ്കിലും പ്രതിബദ്ധതയുള്ള ഏതെങ്കിലും ഒരു മുജാഹിദിന്റെ മൗലവിയോ പ്രവർത്തകനോ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നവും ഒരു പൊടി പോലും ഇവിടെ പറ്റൂല. ഞങ്ങളിതാ നിങ്ങളെ ആദരവോടെ വിളിക്കുന്നു. ഇവിടെ വന്ന് ഈ ജനങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്താൻ നിങ്ങളുടെ മൗലവി ഇതേ ആയത്തിൽ നടത്തിയ ഈ പ്രസംഗത്തിന്റെ ശകലമൊന്ന് അപഗ്രഥിക്കാൻ ധൈര്യമുള്ള വല്ല മുജാഹിദിന്റെ പ്രവർത്തകരും ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ വന്നോ. ഞങ്ങൾ മുത്തഅല്ലിമീങ്ങൾ മതി, ഞങ്ങളുടെ ഉസ്താദുമാര് വേണ്ട, ഞങ്ങളുടെ വലിയ ആലിമീങ്ങൾ വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമെന്ന നിലയ്ക്ക് അല്ലാഹു സഹായിക്കും പോലെ സഹായിക്കും, അല്ല കാണും പോലെ കാണും, അല്ല കേൾക്കും പോലെ കേൾക്കും എന്ന നിലക്ക് ഒരു മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ചല്ല, ലോകത്തിന്റെ മുഴുവനും നേതാവ്, മദീനയുടെ നായകൻ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഖൽബിന്റെ ഉള്ളിൽ പ്രണയത്തിന്റെ പൂച്ചെണ്ട് കൊണ്ട് വരിഞ്ഞു മുറുക്കി പ്രണയ ചുംബനം കൊടുക്കുന്ന നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾക്ക് വരെ അല്ലാഹ് സഹായിക്കും പോലെ സഹായിക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. കാരണം നബിതങ്ങൾ അല്ലാഹുവിന്റെ ദാസനാണ്, പ്രവാചകനാണ്. മുഹീദ്ദീൻ ശൈഖ് അല്ലാഹുവിന്റെ അടിമയാണ്, സ്വാലിഹായ മഹാനായിരുന്നു. ബദരീങ്ങൾ അല്ലാഹുവിന്റെ അടിമകളാണ്, പടച്ചവന്റെ ദീനിനു വേണ്ടി അധ്വാനിച്ചവരാണ്. അല്ലാതെ അല്ലാഹുവിന്റെ ജ്യേഷ്ഠനാണെന്നോ അനുജനാണെന്നോ അല്ലാഹുവിന്റെ ബന്ധുവാണെന്നോ ഒന്നും. അപ്പോൾ മഹാന്മാരായ ബദരീങ്ങൾ അല്ലാഹുവിന്റെ സന്താനങ്ങളല്ല, അല്ലാഹുവിന്റെ അനുജന്മാരല്ല, അല്ലാഹുവിന്റെ ദാസന്മാരാണ്, അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ദീനിനു വേണ്ടി അധ്വാനിച്ചവരാണ്. ഈ വിശ്വാസമേ നമുക്കവരെ കുറിച്ചുള്ളൂ. അല്ലാതെ അല്ലാഹു കേൾക്കും പോലെ കേൾക്കുമെന്നോ അല്ലാഹു സഹായിക്കും പോലെ സഹായിക്കുമെന്നോ നമുക്ക് വിശ്വാസമില്ല. ഇല്ലാത്ത വിശ്വാസം ഇവർ നമ്മുടെ മേൽ കെട്ടിവെച്ചതാണ്. മഹാന്മാരായ ഔലിയാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവുണ്ട്. ആ കഴിവ് കൊണ്ട് അവർ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ അല്ലാതെ ഒരു വലിയനും ഒരു കഴിവും സ്വന്തമില്ല, ഒരു നബിക്കും സ്വന്തമായി കഴിവില്ല, ഒരു നേതാവിനും കഴിവില്ല. അതേ സമയത്ത് കൊടുത്ത കഴിവുകൾ ഉണ്ട്. ഉദാഹരണം ഞാൻ ആയത്തു തന്നെ ഓതാം. കണ്ടില്ലേ, പരിശുദ്ധമായ ഖുർആനിലൂടെ ഞാനിവിടെ വായിക്കുന്നത് മുഴുവനും മുജാഹിദ് മൗലവിമാരിറക്കിയ ഖുർആൻ പരിഭാഷ വെച്ചുകൊണ്ടാണ്. ഈ നമ്മുടെ വക ഒരു പരിഭാഷ അതിനു വേണ്ടി പറഞ്ഞു എന്ന് വേണ്ട. അതാ ഖുർആനിലെ സൂറത്തുൽ സുമറിലെ 42-ാമത്തെ ആയത്ത്, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ ഫയുംസികു അല്ലതീ ഖളാ അലൈഹാൽ മൗത വയുർസിലുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മാ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. സൂറത്തുൽ സുമറിലെ 42-ാമത്തെ ആയത്താണ്. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ, ആത്മാവുകളെ അവയുടെ മരണവേളയിൽ അല്ലാഹു പൂർണ്ണമായി ഏറ്റെടുക്കുന്നു, അഥവാ മരിപ്പിക്കുന്നു. ആത്മാവുകളെ മരിപ്പിക്കുന്നവൻ അല്ലാഹയാണെന്ന് ഒരായത്ത്. അടുത്ത ആയത്ത് കേട്ടോ, പരിശുദ്ധമായ സൂറത്തുൽ അൻആമിലെ 61-ാമത്തെ ആയത്താണ്. ആ ആയത്തിൽ അല്ലാഹ് പറയുന്നതോ, വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി വയുർസിലു അലൈക്കും ഹഫളതൻ ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗതു തവഫത്തുഹു റുസുലുനാ വഹും ലാ യുഫരിഖൂൻ. അങ്ങനെ അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തുമ്പോൾ നമ്മുടെ ദൂതന്മാർ അഥവാ മലക്കുകൾ അവരെ പൂർണ്ണമായി ഏറ്റെടുക്കുന്നു, അഥവാ മരിപ്പിക്കുന്നു. ഒരായത്തിൽ അള്ള മരിപ്പിക്കുന്നു എന്ന്, അടുത്ത ആയത്തിൽ മലക്ക് മരിപ്പിക്കുന്നു എന്ന്. വൈരുദ്ധ്യമുണ്ടോ മൗലവിമാരെ? വൈരുദ്ധ്യമുണ്ടോ മുജാഹിദുകളെ? നിങ്ങൾക്കുണ്ടായേക്കാം, ഞങ്ങൾക്കില്ല. കാരണം എന്തേ? ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാണ്. അള്ള മരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ മരിപ്പിക്കാനുള്ള പരമാധികാരി അല്ലാഹുവാണ്.
മലക്ക് മരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ മലക്കിനെ അല്ലാഹു തആല അതിന്റെ ഭാഗമായ ചില ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചു എന്നാണ്. അല്ലാതെ മലക്ക് മരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് പങ്കു ചേർക്കലല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഖുർആൻ തന്നെയല്ലേ ഞാനിവിടെ ഓതി കേൾപ്പിക്കുന്നത്. അതുപോലെ അല്ലാഹ് സഹായിച്ചു എന്ന് പറയാം, ഔലിയാക്കൾ സഹായിച്ചു എന്ന് പറയാം. ഉദാഹരണം പറയട്ടെ, ദാഹം മാറ്റാൻ വെള്ളത്തിന് കഴിവില്ല. ദാഹം മാറ്റുന്നവൻ അല്ലാഹുവാണ്, വെള്ളം അതിനുള്ള ഉപാധിയാണ്. വിശപ്പ് മാറ്റുന്നവൻ അല്ലാഹുവാണ്, ഭക്ഷണം അതിനുള്ള ഉപാധിയാണ്. രോഗം മാറ്റുന്നവൻ അല്ലാഹുവാണ്, മരുന്ന് അതിനുള്ള ഉപാധിയാണ്. എന്നാൽ മരുന്ന് കൊണ്ട് രോഗം മാറി എന്നൊരാൾ പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുമോ? പുറത്തു പോവുകയില്ല. കാരണം അയാൾ ആ മരുന്നെന്ന കാരണത്തെ പറഞ്ഞു എന്നേ ഉള്ളൂ, അല്ലാതെ അല്ലാഹുവിന് പങ്കു ചേർന്നിട്ടില്ല. ഞാൻ വെള്ളം കുടിച്ചപ്പോൾ എന്റെ ദാഹം മാറി. എടോ, ദാഹം മാറ്റാൻ അല്ലാഹുവല്ലേ കഴിയൂ. വെള്ളം അതിനുള്ള ഉപാധിയാണ്, അതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ. രോഗം മാറ്റിയത് ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ രോഗം മാറ്റി എന്ന് പറയാൻ പറ്റുമോ? അല്ലാഹുവല്ലേ രോഗം മാറ്റുന്നവൻ. ഡോക്ടർ അതിന് കാരണമായ ഒരു മരുന്ന് നൽകി എന്നാണ്. ഇത് പറയുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഇങ്ങനെയും മുജാഹിദുകളൊക്കെ പറയോന്ന്. അതേ, ഇപ്പോൾ തബ്ലീഗ് ജമാഅത്തിന്റെ കോട്ടയിൽ നിന്ന് മുജാഹിദിലേക്ക് വന്നൊരു മൗലവിയുണ്ട്. അയാളുടെ പരിസരത്തൊരു പള്ളിയിൽ ഒരു വഅദ് നടത്തിയ ബോർഡ് ഞാൻ കണ്ടു. അല്ല പോലെ അടിമയ്ക്ക്, അല്ല പോലെ അടിമയ്ക്ക് എന്നാണ്. ഇതുവരെ ആൾക്ക് നേരം വെളുത്തിരുന്നില്ല, ആ പള്ളി കമ്മിറ്റിക്കാർക്കും നേരം വെളുത്തിരുന്നില്ല. ഏത് ലോകത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത്? എത്ര വലിയ ബ്ലണ്ടറുകളാണ് മൗലവി ഇവിടെ നടത്തുന്നത്. കുറെ കാലം തബ്ലീഗിന്റെ വേഷം കെട്ടിയിട്ട് നാട്ടിലെ വഅദിന് പള്ളികളിൽ മുഴുവനും വന്നൊരു മൗലവിയതാ. അയാൾ ഇന്ന് അല്ലാഹുവിന്റെ ദീനിന്റെ പേരിൽ ഖുർആൻ ഓതിയിട്ട് പറയുന്ന അബദ്ധങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ഈമാനുള്ള ജനങ്ങൾ ഉണർന്ന് പ്രതികരിച്ചില്ലെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ കണക്ക് പറയണം കേട്ടോ. മൗലവി വേറെ ആരുമല്ല, ചുഴലി അബ്ദുള്ള മൗലവി തന്നെ. അയാൾ ഈ ആശയവും കൊണ്ട് ഇറങ്ങിയ സമയത്ത് ഭരണിക്കാവിൽ വന്ന് അന്ന് തന്നെ ആ പഞ്ചായത്തിൽ നിന്ന് കെട്ടുകെട്ടിച്ചിട്ടുണ്ട്. ഇതുവരെ പിന്നെ ആ പരിസരത്ത് കൊണ്ടുവരാൻ അയാളെ കൊണ്ടുവന്ന ഒരു സംഘാടകരും ഉണ്ടായിട്ടില്ല. അൽഹംദുലില്ലാഹ്, ഇപ്രാവശ്യം ആ കുട്ടികൾ വയല് വെച്ചപ്പോ സുന്നത്തി ജമാഅത്തിന്റെ ആശയം കുറച്ചൊക്കെ ഇതൊക്കെ പറയുന്ന ആളുകളെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആ സംഘാടകർക്ക് നല്ല ഇസ്സത്ത് നൽകട്ടെ. ഇതുപോലെ മുസ്ലിങ്ങളുടെ വേദി കൈയടക്കിയെടുത്തിട്ട് ആശയം മാറ്റി പറയുന്ന മൗലവിമാര് ഒരുപാട് വന്നുപോയി. ചുഴലി അബ്ദുള്ള മൗലവിയുടെ വാദം കേട്ടോ, ഞാൻ വിശദീകരിച്ചു തരാം. കൊച്ചിന് രോഗം വന്നു. ഭാര്യ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞു കൊച്ചിന് രോഗമാണ്, എത്രയും പെട്ടെന്ന് വരണമെന്ന്. ഭർത്താവ് വീട്ടിലെത്തി ഒരു ഓട്ടോറിക്ഷയായിട്ട്. ഭാര്യയെയും രോഗം വന്ന കൊച്ചിനെയും കൂട്ടി ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞു ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്ന്. ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിചയമുള്ള ഒരു ഹോസ്പിറ്റൽ എത്തി. ചാടിക്കയറി ഒരു ഡോക്ടറെ കിട്ടി. ആ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ ഗുളിക എഴുതി കൊടുത്തു. ബാപ്പ ഗുളിക വാങ്ങി. അള്ളാഹു ആ ഗുളികയിൽ ശിഫാ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കൊച്ചിന്റെ രോഗം മാറി. ഇപ്പോൾ ഈ മാതാപിതാക്കൾ ചെയ്തത്, അപ്പോൾ ഒരു കുട്ടിക്ക് രോഗം വന്നു, പെട്ടെന്ന് ഒരു ഓട്ടോ വിളിച്ച് പെട്ടെന്ന് ഒരു ആശുപത്രി ചെന്ന് പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ട് പെട്ടെന്ന് രോഗം മാറി. ഇത് 5-6 മാസം കഴിഞ്ഞു, മാറി അതേ രോഗം തന്നെ കുട്ടിക്ക് വന്നു. ഉടൻ തന്നെ ഭാര്യ ഭർത്താവിനെ വിളിച്ചു. അന്ന് വന്ന പോലെ രോഗം വന്നിട്ടുണ്ടായിരുന്നു. ഭർത്താവ് ഉടൻ തന്നെ ഓട്ടോറിക്ഷയായിട്ട് വന്നു. ഭാര്യനെയും കയറ്റി ഓട്ടോറിക്ഷക്കാരോട് പറഞ്ഞു ഇന്ന് ഡോക്ടറത്തേക്ക് പോകണം. ആ ഡോക്ടറത്തേക്ക് പോയി ഡോക്ടറോട് പറഞ്ഞു അന്ന് ഈ സൂക്കേട് വന്നപ്പോ നിങ്ങളടുത്ത് വന്നതാണ്, നിങ്ങൾ മരുന്ന് കൊടുത്തു, അന്ന് പെട്ടെന്ന് സുഖമായി, അതുകൊണ്ടാണ് നിങ്ങളടുത്തേക്ക് വന്നത്. ഇപ്പോൾ പോയത് ഈ മൗലവിയ അപ്പുറത്ത് മാവള്ളിപ്പള്ളിയിൽ വന്നിട്ട് അള്ള പോലെ അടിമയ്ക്കും പറഞ്ഞത് ഏത് മുസ്ലിങ്ങളായി അപ്പോൾ ഒരു ഡോക്ടർ എടുക്കൽ രണ്ടാമത് പോയാൽ ശിർക്ക്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ആരും മുസ്ലിങ്ങളുണ്ടോ? ഇയാളെന്ന് മുജാഹിദിന്റെ നേതാവാണ്, മുജാഹിദുകളുടെ വേദിയിൽ വരുന്ന ആളാണ്. ഒരു ഡോക്ടറെ അടുക്കൽ രണ്ടാമത് ചികിത്സയ്ക്ക് പോയാൽ ശിർക്കായി പോയി. ഇവർക്ക് തൗഹീദും ശിർക്കും അറിയുമോ? അറിയില്ല. ഇയാള് തന്നെ എത്രയോ തവണ ഒരു ഡോക്ടറെ അടുക്കൽ പോയിട്ടുണ്ടാകാം. സാധാരണ മനുഷ്യന്മാരെങ്ങനെയല്ലേ? ഇപ്പോൾ ഇവർക്ക് മുജാഹിദുകൾക്ക് അല്ലാഹുവിന്റെ ദീൻ അറിയില്ല. വലിയ
ദാടിയും തലപ്പാവും ഒക്കെ വെച്ച് തബ്ലീഗിന്റെ വേദിയിൽ നടന്ന ആളാണ്. അപ്പോൾ ചുഴലി അബ്ദുള്ള മൗലവി എന്ന് പറയുന്നയാൾ ഇന്ന് മുജാഹിദിന്റെ വേദിയിൽ കയറി ഇറങ്ങി പറയുന്ന തൗഹീദിനാണ്, ശിർക്കിനാണ്. ഒരു രോഗിയുടെ അടുക്കൽ, ഒരു ഡോക്ടറുടെ അടുക്കൽ രണ്ടാമത് പോയാൽ മുശ്രിക്കായി പോയി, ശിർക്കായി പോയി. കാരണം എന്തേ? ഇന്ന സമയത്ത് രോഗം മാറ്റിയ ഡോക്ടറാണെന്ന് പറഞ്ഞു പോയി എന്ന കാരണത്താലാണ്. ഇതായിരിക്കുന്നു മൗലവി. ഇവരുമുണ്ടല്ലോ പള്ളിയുടെ മുറ്റത്ത് വന്ന് വലിയ വേണം പറഞ്ഞു പോകുന്നുണ്ട്. പല കമ്മിറ്റിക്കാരും ഇന്ന് സംഘടിപ്പിക്കാനും ഇറങ്ങിയിട്ടുണ്ട്. വല്ലാത്തൊരു അതാവ് തന്നെ. ചിലപ്പോൾ ആ കമ്മിറ്റി ഭാരവാഹികൾ ഇയാളുടെ ഗുരുതരാവസ്ഥ അറിയില്ലായിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും നല്ല നിലക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഞാൻ ചുരുക്കി പറയുന്നു സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മരണപ്പെടുത്താനുള്ള അടിസ്ഥാനാധികാരം അല്ലാഹുവിന് മാത്രമാണ്. പിന്നെ ഒരാൾ കൊന്നു എന്ന് പറഞ്ഞാലോ അയാൾ അതിന് കാരണമായി എന്നാണ്. അല്ലെങ്കിൽ ഇവിടെ കൊലയാളികളെ പിടിക്കാൻ പറ്റുമോ? ഒരാൾ കൊന്നു, അയാളെ കൊന്നു എന്ന് പറയാൻ പറ്റൂല. കാരണം എന്തേ? അള്ളാഹ്ക്ക് മാത്രമല്ലേ മരിപ്പിക്കാൻ അധികാരമുള്ളൂ. ഇയാൾ കൊല്ലുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാ പ്രതികളും രക്ഷപ്പെടൂലേ? അപ്പോൾ വിഷയം മനസ്സിലാക്കാൻ ഇവർക്കറിയാത്തത് കൊണ്ടാണ്. ഇനി കേട്ടോളൂ അടുത്ത ആയത്ത്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. മുജാഹിദിന്റെ പരിഭാഷ ഞാൻ പറഞ്ഞേക്കാം. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. മുജാഹിദുകളുടെ പരിഭാഷ. എന്നാൽ ഖുർആൻ പരിഭാഷയിൽ അവർ അടുത്തൊരു സൂറത്ത് വായിക്കട്ടെ, ഓതട്ടെ. സൂറത്തുൽ മാഇദയിലെ 2ാമത്തെ സൂക്തത്തിൽ അതാ പറയുന്നു, തആവനൂ അലൽ ബിർരി വത്തഖ്വാ. പുണ്യത്തിലും ധർമ്മനിഷ്ഠയിലും നിങ്ങൾ അന്യോന്യം സഹായിക്കുക. അന്യോന്യം സഹായിക്കണം എന്നൊരായത്ത്, അല്ലാഹുവിനോട് മാത്രം സഹായം തേടണമെന്ന് വേറൊരായത്ത്. മുജാഹിദുകളെ, നിങ്ങൾ എങ്ങനെ ഈ ഖുർആൻ കൊണ്ട് നടക്കും? ഞങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം എല്ലാ സഹായത്തിന്റെയും സോഴ്സ് അല്ലാഹുവാണ്. കാരണങ്ങൾ വ്യത്യസ്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. കാരണങ്ങളുമായി ബന്ധപ്പെടുന്നതിന് തടസ്സമില്ല. ആ കാരണങ്ങളോട് ബന്ധപ്പെടാൻ അല്ലാഹു അനുവദിച്ചിട്ടുണ്ട്. ആ അനുവദിച്ച മേഖലകളിൽ ഇടപെടുന്നതിന് പ്രശ്നമില്ല. ഇതുപോലെയാണ് മഹാന്മാർ സഹായിച്ചു എന്ന് പറഞ്ഞാൽ അല്ലാഹ് സഹായിക്കുന്ന അനുവാദത്തിലല്ല. ഒന്നുകൂടി പറയാം, ഖുല്ലില്ലാഹി ശഫാഅതു ജമീഅൻ ലഹു മുൽക്കുസ് സമാവാതി വൽ അർളി സുമ്മ ഇലൈഹി തുർജഊൻ. പറയുക, അല്ലാഹുവിനാകുന്നു ശുപാർശ മുഴുവൻ. ഒരായത്ത് സൂറത്തു സുമറിലെ 44ാമത്തെ ആയത്ത്. എന്നാൽ സൂറത്തു നജ്മിലെ 26ാമത്തെ ആയത്തോ, വകം മിൻ മലകിൻ ഫിസ് സമാവാതി ലാ തുഗ്നി ശഫാഅത്തുഹും ശൈഅൻ ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദന അല്ലാഹു ലിമൻ യശാഉ വയർളാ. അല്ലാഹു അവൻ ഉദ്ദേശിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്നവർക്ക് ശുപാർശയ്ക്ക് അനുവാദം നൽകിയതിനു ശേഷമല്ലാതെ. ശുപാർശ അല്ലാഹുവിന് മാത്രമാണെന്നൊരായത്ത്, വേറൊരായത്തിൽ അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്കുമുണ്ടെന്ന്. അപ്പോൾ രണ്ടിനും രണ്ടർത്ഥമാണ്. അല്ലാഹ് കാണുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല പരമാധികാരിയാണ്. അവന്റെ കാഴ്ച ആരും നൽകിയതല്ല. അവന്റെ കാഴ്ചയ്ക്ക് കണ്ണിന്റെ ആവശ്യമില്ല. അവന്റെ കാഴ്ചയുടെ രീതി പറയാൻ നമുക്കറിയില്ല. എന്നാൽ നമുക്കും കാഴ്ചയുണ്ട്. അല്ലാഹ് കാണുന്നു, ഞാനും കാണുന്നു. അല്ലാഹ് കേൾക്കുന്നു, ഞാനും കേൾക്കുന്നു. അല്ലാഹ് അറിയുന്നു, ഞാനും അറിയുന്നു. പ്രത്യക്ഷത്തിൽ ആ പ്രയോഗത്തിന് അബദ്ധമില്ല. എന്നാൽ അതിന്റെ രണ്ടിന്റെയും ഗുണവും ഗണവും വ്യത്യാസമാണ്. ഈ നിലയ്ക്ക് വിഷയങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതില്ലേ? അപ്പോൾ ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും അല്ലാഹുവേ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ജല്ല ജലാലായ റബ്ബ് പരമാധികാരിയാണ്. അവനപ്പുറം വേറെ ഒരു സഹായിയില്ല. അവനപ്പുറം വേറെ ഒരു നാസിറില്ല. അവനപ്പുറം വേറെ ഒരു ഹെൽപ്പറില്ല. ആര് സഹായിച്ചാലും പരമസഹായി അവൻ തന്നെയാണ്. ഈ വിശ്വാസത്തോടെയാണ് അല്ലാഹുവിനെ വിളിക്കുന്നത്.